അതെ, ഒരുപാട് നാൾ കേടുകൂടാതിരിക്കുകയും പെട്ടെന്ന് നമുക്ക് ചോറിനോ കഞ്ഞിക്കൊക്കെ ഒന്നും കറികളില്ലാത്ത സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും മാത്സ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുഞ്ഞു വീഡിയോയാണ്. അപ്പം നമുക്ക് നാട്ടിൽ പോയപ്പോൾ എടുത്തതാണ് കേട്ടോ. ഇത് അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പം നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം നോക്കിയാലോ. ഇത് തേങ്ങ വേണം കേട്ടോ. അത്യാവശ്യം നല്ല മുറ്റിയ തേങ്ങയായിരിക്കണം. അപ്പം ഞാൻ ഒരു പകുതി കപ്പ് തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളി നമ്മളൊരു 5-6 എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് സാമ്പാർ പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് വറുത്തെടുക്കണം എല്ലാം കൂടെ. അപ്പോൾ അതാ നമ്മൾ തേങ്ങ കുറച്ച് വലിയ വലിയ പീരയായിട്ട് വന്നതുകൊണ്ട് തന്നെ അതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തേങ്ങ വറുത്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ തേങ്ങയെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് തട്ടി കൊടുക്കുവാണ്. നമ്മുടെ തേങ്ങയെല്ലാം നമ്മൾ തട്ടിയിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു 2 തവണ ഒന്ന് നിർത്തി കറക്കിയാൽ മതി. അപ്പോഴത്തേക്ക് തേങ്ങ നല്ലോണം ഒന്ന് ഒരു പൊടി ടൈപ്പിലായിട്ട് വരും കേട്ടോ. പിന്നെ നമ്മളിതാ ഒരു അലുമിനിയത്തിൻ്റെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ തേങ്ങയെല്ലാം കൂടെ ഇട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. അപ്പം തീ മാക്സിമം കുറച്ച് വെച്ച് വേണം ചെയ്യാനായിട്ട്. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാലേ ഇത് കറക്റ്റ് രീതിയിലൊന്ന് തേങ്ങ നമുക്കൊന്ന് വറുത്ത് കിട്ടത്തുള്ളൂ. ഒന്ന് തീയൊക്കെ കൂടെ കൈ എടുക്കുകയും ചെയ്താൽ ചിലപ്പോൾ കരിയാനും ചാൻസ് ഉണ്ട്. നമ്മുടെ ആ ചമ്മന്തിപ്പൊടിയുടെ രുചിയൊക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം നമ്മൾ ഒരുവിധം ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അങ്ങനെ ഫൈനലി ഇതാ നമ്മുടെ തേങ്ങ കറക്റ്റ് രീതിയിൽ നമുക്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ കുഞ്ഞുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് ഒന്നും കൂടെ വറുത്തെടുക്കണം. ആ ഉള്ളിയുടെ ഒരു വെള്ളവും കറിവേപ്പിലയുടെ വെള്ളവും എല്ലാം ഒന്ന് നമുക്ക് കറക്റ്റ് പോയി കിട്ടണം. എല്ലാം നല്ല രീതിയിൽ വറന്ന് വന്നാൽ മാത്രമേ നമ്മുടെ ചമ്മന്തിപ്പൊടി ഒരുപാട് നാൾ കേടാവാതിരിക്കത്തുള്ളേ. അപ്പോൾ നമ്മൾ നമ്മുടെ കറിവേപ്പിലയും ഉള്ളിയും കൂടി ഇട്ടൊന്ന് വറുത്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള കുറച്ച് പുളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇതും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടി ഇട്ട് ആ തേങ്ങയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ എടുക്കാനായിട്ട് വിട്ടുപോയതാണ്. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഈ സാമ്പാർ പരിപ്പുണ്ടല്ലോ അത് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ചെറിയൊരു ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. നമ്മൾ ഇത് അരച്ച് വരുമ്പോഴത്തേക്കും ഈ എണ്ണ തെളിഞ്ഞ് അങ്ങനെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സാമ്പാർ പരിപ്പും കൂടെ ആഡ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ നമ്മളെ തേങ്ങയും എല്ലാം ഒന്ന് ഒരുവിധം തണുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് തേങ്ങ വറുത്തതും സാമ്പാർ പരിപ്പും എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് തട്ടി കൊടുക്കാവേ. അപ്പോൾ തന്നെ നമ്മളെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ പൊടി ഉപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് പതുക്കെ പിന്നീട് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് നിർത്തി നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ നമ്മുടെ ഒരു അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കിയ ചമ്മന്തിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് നാൾ നമുക്ക് ചീത്തയാകാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു കുപ്പിയിലോ വല്ലതും എയർ ടൈറ്റായിട്ട് അടച്ചു വെച്ചാൽ മതിയാവും. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കായാലും പ്രവാസിയൊക്കെ ആയാലും എന്തായാലും ഇത് ഉപയോഗപ്പെടും. പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് കഞ്ഞിയുടെ കൂടെ ആയാലും ഇഡലി ദോശയുടെ കൂടെയൊക്കെ ഇത് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കരുത്. താങ്ക്